ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഷാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. നമ്മളൊക്കെ ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഒരു ചെറിയ പൂന്തോട്ടം നമുക്കും ഉണ്ടാവും ഇല്ലേ? എല്ലാവർക്കും ചെറിയൊരു ഗാർഡൻ വീട്ടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാവും. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്കായിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായാലും ഇപ്പോൾ ഗാർഡൻ ഉള്ളവർക്കായാലും നമ്മുടെ ഗാർഡനിൽ നിത്യവും പൂക്കൾ തരുന്ന കുറച്ച് വെറൈറ്റീസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുത്തി തരുന്നത് മെലാസ്റ്റോമ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. മെലാസ്റ്റോമ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് അധികം പൂക്കളില്ലാതെ നിൽക്കുന്ന സമയം വളരെ കുറവാണ്. നമുക്ക് ഒരുപാട് പരിചരണം ഇല്ല, എന്നിരുന്നാൽ പോലും നല്ല പോലെ എന്ത് ചെയ്യും പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ മെലാസ്റ്റോമ എന്ന് പറയുന്നത്. മെലാസ്റ്റോമയുടെ ഒരു കളറല്ല, നമുക്ക് 3 കളേഴ്സ് നമുക്കിപ്പോൾ നഴ്സറീസിലൊക്കെ അവൈലബിൾ ആണ്. വൈറ്റ് ഉണ്ട്, ഒരു പർപ്പിൾ ഉണ്ട്, പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇത്രയാണ് മെലാസ്റ്റോമയുടെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കാട്ടു മെലാസ്റ്റോമയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാങ്ങിങ് കിട്ടും. കൂടാണ്ട് മെലാസ്റ്റോമ പോലെ വരുന്നൊരു യെല്ലോ കളർ സാധനം കൂടെ ഉണ്ട്. അത് കറക്റ്റ് മെലാസ്റ്റോമയാണോ എന്ന് അറിയില്ല. നമുക്കങ്ങനെ ഈ തോട്ടിൻ്റെ വരമ്പിലേക്ക് കാണാൻ പറ്റും ഒരു യെല്ലോ കളർ വന്നിട്ട്. ഏകദേശമൊക്കെ ഇതിൻ്റെ മെലാസ്റ്റോമയുടെ ഫ്ലവറിങ് ഒക്കെ പോലെ തന്നെയായിരിക്കും ആ ഒരെണ്ണം ഉള്ളത്. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി നമ്മുടെ മെലാസ്റ്റോമയാണ്. പിന്നെ ഇതേ രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ അരിപ്പൂ എന്നൊക്കെ പറയുന്ന ലെന്താനയാണ്. ലെന്താനയുടെ തന്നെ ഇപ്പോൾ 7-8 കളേഴ്സ് ഹൈബ്രിഡ് വെറൈറ്റീസും അവൈലബിൾ ആണ്. നമുക്ക് ഈ നാടൻ വെറൈറ്റീസ് ഉണ്ട്, കൊങ്ങണി ചെടിയുടെ നാടൻ വെറൈറ്റീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ റോഡ് സൈഡിലും കാട്ട് ഏരിയാസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വലുതായിട്ട് നിന്ന് ഫ്ലവറിങ് ഒക്കെ നമ്മുടെ ഊട്ടി ലൊക്കേഷനിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെന്താനയുടെ കാട്ട് വെറൈറ്റീസ് ഇഷ്ടംപോലെ കാണാൻ പറ്റും. പക്ഷേ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ആകുമ്പോൾ നമുക്ക് അധികം ഹൈറ്റ് ഒന്നും വെക്കാണ്ട് നമ്മുടെ ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ ആയാലും സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഇങ്ങനെ ഒന്ന് പടർന്ന് നിന്ന് ഇതെന്നും പൂക്കളായിരിക്കും. ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് നല്ലപോലെ തഴച്ച് വളരും. ഒരുപാട് സ്പേസും പിന്നെ ഹൈറ്റിലൊക്കെ വെക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് വരില്ല. കാരണം അത് പടർന്ന് നിന്നങ്ങ് പന്തലിച്ച് നിന്നാലും അത്രയും പൂക്കൾ വരാം. നമ്മുടെ ഗാർഡന് കുറച്ചുകൂടെ ഭംഗിയാകും. അതിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെന്താന പ്ലാന്റ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് ചെയ്തിടാനും ഈ ഒരു ലെന്താന ഫ്ലവർ പറ്റും. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, വൈറ്റിൻ്റെ സെൻറ്ററിൽ തന്നെ യെല്ലോ വരുന്നതുണ്ട്. ഒരു എന്താ പറയുക, ഈ ഒരു പർപ്പിൾ ഉണ്ട്, യെല്ലോ ഉണ്ട്, യെല്ലോ റെഡ് മിക്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു യെല്ലോയും പിന്നെ വേറൊരു സാൻഡൽ കളറൂടെ വരുന്നൊരു വെറൈറ്റി കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ മജന്ത യെല്ലോ മിക്സ് വരുന്നുണ്ട്, മജന്ത യെല്ലോ പിങ്ക് മിക്സ് വരുന്നതുണ്ട്. ഇതൊക്കെ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റീസാണ്. അപ്പോൾ അതേതാണ് അടുത്ത വെറൈറ്റി. നിറയെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം കെയർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗാർഡനിൽ ഭംഗിയാക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് ഇതൊക്കെ. നല്ല രസമാണ് കാണാനും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗാർഡനിൽ എന്നും പൂക്കൾ വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ചോയ്സാണ് ഈ രണ്ടും. പിന്നെ വരുന്നത് ഈ ഒരെണ്ണമാണ്. ഇത് നമുക്ക് ക്രീപ്പറല്ല പടർത്തി ഇത് ഹാങ്ങിങ് പോട്ടിലായാലും നമുക്ക് നിലത്തായാലും നടാൻ പറ്റുന്നതാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. യെല്ലോ, പർപ്പിൾ, അങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ ഒരുപാടുണ്ട്. കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ഒരു റെഡും പിന്നെ ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ലീഫ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നത്. ഇതിൻ്റെത് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇത് ടൊറേനിയാണ്. നമ്മൾ കാക്കപ്പൂ എന്നൊക്കെ പറയും. കാക്കപ്പൂവിൻ്റെ ഒരുപാട് കളേഴ്സ് ഇപ്പം നമ്മളൊരു 2 വെറൈറ്റിയാണ് കൊണ്ടുവെക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു 3-4 വെറൈറ്റീസൊക്കെ തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ സീഡ് വീണിട്ട് നമുക്ക് ഒരുപാട് കളേഴ്സ് കളിച്ച് കിട്ടുന്നൊരു ടൈപ്പാണ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും ഇത് പാടെ നശിച്ചു പോകും. എന്നാൽ അടുത്തൊരു മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വീണ്ടും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ പൊടിച്ച് വരും. അത് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവ് ആക്കാൻ പറ്റിയ ഒരാളാണ്. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടി തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടായി നിൽക്കും. നമ്മൾ നിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. ഇതിനെയൊക്കെ നമുക്ക് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമ്മുടെ കൂടെ നിലനിർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതായത് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ തീരാതെ തന്നെ നമുക്ക് പ്ലാന്റ്സിനെ കൊണ്ട് ഫ്ലവറിങ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ടൊറേനിയത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ടൊറേനിയ കെയറിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കളേഴ്സിൽ ഈ ഒരു ടൊറേനിയ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു ബ്ലൂ കളറാണ് നമ്മുടെ കോമൺ വെറൈറ്റി ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പം ഒരുപാട് കളേഴ്സ്, വൈറ്റ്, പിന്നെ ഒരു പിങ്ക്, പർപ്പിൾ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഇപ്പം അവൈലബിൾ ആണ്. ഇത് ഈ ഒരു കളറാണ് നമ്മുടെ കോമൺ ആയിട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. പിന്നീടാണ് അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ്. എൻ്റെ കയ്യിൽ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സീഡ് വീണിട്ട് ഒരു സമയമൊക്കെ നോക്കുമ്പോൾ അത് പ്ലാന്റൊക്കെ കരിഞ്ഞ് പാടെ നശിച്ചു പോകും. പിന്നെ അതിനുശേഷം ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നട്ടെടുത്ത് ആയിരിക്കില്ല, അത് കുറേ ദൂരത്തിങ്ങനെ
കുറേ ദൂരത്തൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ വെറൈറ്റീസ്. നമ്മളിപ്പം വീടിൻ്റെ മുറ്റത്തായിരിക്കും നടുന്നത്, പക്ഷേ വീടിൻ്റെ പിന്നാമ്പുറത്തൊക്കെ ഈ ഒരു പ്ലാന്റ് ചിലപ്പോൾ പൊടിച്ചു വരും. നമുക്ക് ഡൗട്ടായിരിക്കും ഇത് തന്നെ ആണോ എന്ന് വിചാരിക്കും. ഒരു തവണ നട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമ്മളെ വിട്ടു പോകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സീഡ് എന്ന് പറയുന്നത്. ഇതിനകത്തായിരിക്കും സീഡ് ഉണ്ടാവുക കേട്ടോ. ഈ സീഡ് നമ്മുടെ കാശിത്തുമ്പയൊക്കെ പൊട്ടുന്നത് പോലെ പൊട്ടി ഫുള്ളായിട്ട് നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ എവിടേക്കാണോ വീടുന്ന അവിടേക്ക് ഒരു മഴക്കാലം കഴിയുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളായിട്ട് വന്ന് വീണ്ടും നമ്മുടെ ഗാർഡന് ഭംഗി കൂട്ടും. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിഴുത് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്ലാന്റ് ഇങ്ങനെ പടർന്ന് നിന്ന് ഒരുപാടായിട്ട് നിന്ന് പോകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. നമ്മുടെ കോളാമ്പി ചെടി എന്നൊക്കെ പറയും. കോളാമ്പി ചെടിയുടെ തന്നെ 2 വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ വരുന്നുണ്ട്, പിന്നെ വെരിഗേറ്റഡ് കൂടെ വരുന്നുണ്ട്. ഇത് നമുക്കിത് ഇതുപോലെ ചെറിയ PVC പൈപ്പിനുള്ളിലൊക്കെ ആക്കി നിർത്തി കഴിഞ്ഞാൽ ഒരു കുട പോലെയൊക്കെ പിടിച്ച് നിൽക്കുന്നത് പോലെയൊക്കെ നിൽക്കും. അതുമാത്രമല്ല അത്യാവശ്യം പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കും. നമ്മുടെ മതിലിനൊക്കെ പടർത്തി വിടാൻ പറ്റിയൊരു ടൈപ്പാണ്. നമ്മൾ വെട്ടി ഒതുക്കിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ എന്നും പൂക്കൾ തരുന്ന മഞ്ഞപ്പൂച്ചെടിയായിട്ട് മാറാനായിട്ട് ഈ ഒരു പ്ലാന്റിന് കഴിയും. അത്ര മനോഹരമാണ് കോളാമ്പി ചെടി. പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കോമണായിട്ട് കണ്ടുകൊണ്ടിരുന്ന ചെടിയാണ്. എന്നാൽ ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അങ്ങനെ അധികം കാണാൻ പറ്റില്ല. നല്ല ഗാർഡനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ പടർത്തി വിടാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് നിൽക്കുന്നത് വളരെ ഭംഗിയാണ്. പിന്നെ ചെടിച്ചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഒരുപാട് ബിസ്ക്കറ്റ് കളറും പിന്നെ അലമാണ്ടയല്ല ബിസ്ക്കറ്റ് കളറും വേറെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇത് അത്യാവശ്യം നിറയെ പൂക്കളാണ്, വയലറ്റ് കളറാണ്, നിറയെ അത്യാവശ്യം ഹൈറ്റൊക്കെ വെക്കുന്നതാണ്. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നും നമുക്ക് പൂക്കൾ തരുന്നൊരു വെറൈറ്റി ചെടി തന്നെയാണ് കേട്ടോ അത്. ഇതിന് ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. നമ്മുടെ കമ്പ് കുത്തിപ്പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ചെടിയാണ്. ഇതിൻ്റെയും നല്ല നമ്മുടെ ഗാർഡനിൽ ഒരു വെറൈറ്റി കളറായിട്ട് ഒരു പർപ്പിൾ കളർ ഫ്ലവറിങ് ആയിട്ട് നിർത്താൻ പറ്റും. ഇതൊക്കെ എന്നും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ തരാൻ പറ്റിയ വെറൈറ്റീസാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അധികം കെയർ കൊടുക്കാതെ തന്നെ എന്നും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ തരാൻ കഴിയുന്ന വെറൈറ്റീസാണ് ഇതൊക്കെ. അത്യാവശ്യം കുഞ്ഞ് തൈകളാവുമ്പം തന്നെ ഇത് ഫ്ലവറിങ് ആയി തുടങ്ങും. നമുക്ക് നിലത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, ചെടിച്ചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാനും പറ്റും കേട്ടോ. ഒരു പർപ്പിൾ സുന്ദരിയാണ്. അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ്, ബ്ലീഡിങ് ഹാർട്ട് വൈനാണ്. ഇതിൻ്റെ തന്നെ 2 കളറുണ്ട്. ഈ ഒരു കളറും ഉണ്ട്, പിന്നെ വൈറ്റും റെഡും വരുന്നതുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ ഗാർഡനിലൊരു ക്രീപ്പിംഗ് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ താങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ എന്ത് ചെയ്യും, ഇങ്ങനെ പൂക്കളായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വൈറ്റ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വെറൈറ്റിയും അത്യാവശ്യം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതും നമ്മുടെ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പടർത്തി ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗാർഡനിലൊക്കെ ഇപ്പോൾ ഒരുപാടൊന്നും ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യാനില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെടികൾ മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഒരു പരിചരണവും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നന്നായിട്ട് നമ്മുടെ ഗാർഡനെ സുന്ദരമാക്കാൻ പറ്റിയ ടൈപ്പ് ചെടികളാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ 2 ടൈപ്പാണ്. നമുക്ക് ക്രീപ്പർ ടൈപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചോയ്സാണ്. നല്ലൊരു പച്ചപ്പും പിന്നെ അതിൻ്റെ ആ ഒരു തണ്ട് കണ്ടോ, ഒരു ബ്ലാക്കും ബ്രൗണും ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടി തന്നെയാണ് കേട്ടോ ഇത്. അടുത്തത് നമ്മുടെ ഡെയ്സി പ്ലാന്റ് ആണ്. ഡെയ്സി പ്ലാന്റൊക്കെ ഒരു സീസണലാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫ്ലവറിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് പൊക്കഴിഞ്ഞാലും ചുവട്ടിൽ നിന്ന് ഒരുപാട് തൈകൾ പൊട്ടി വരും. ഈ തൈകൾ പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം പൂക്കളുണ്ടാകും. നമ്മളിപ്പോൾ ഒരു തറയിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പടർന്നു കഴിഞ്ഞ് പൂക്കും. ഇല്ല നമ്മൾ അത്യാവശ്യം വാവട്ടമുള്ള ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിലും നിന്ന് നിറയെ പൂക്കൾ തരാൻ കഴിയുന്നൊരു പ്ലാന്റാണ് ഈ ഡെയ്സി എന്ന് പറയുന്നത്. ഇങ്ങനെ ബഞ്ചായിട്ട് നിന്നായിരിക്കും ഈ ഒരു ഡെയ്സി പ്ലാന്റ് ഫ്ലവർ ആവുക. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്, നീലക്കൊടുവേലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഇത് നല്ല അത്യാവശ്യം ഒരു കളറിൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതും നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കും. ഇഷ്ടംപോലെ പൂക്കളാണ്. നമ്മൾ അത്യാവശ്യം വലിയ ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികം കെയറൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ പൂക്കും എന്ന് പറയുന്നൊരു ടൈപ്പാണ്. നമുക്ക് ഈ കാണിച്ച ചെടികൾക്കെല്ലാം നമ്മുടെ ഓവർ ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയ തോതിൽ ഫെർട്ടിലൈസേഷൻ കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് ഏറ്റവും പറ്റും. പിന്നെ അടുത്ത് നമ്മുടെ ഗാർഡൻ്റെ ഈ വരമ്പിലൊക്കെ ആയിട്ട് വെക്കുന്നത് ഈ ഒരു ടൈപ്പ് ചെടിയാണ്. ഇതിൻ്റെ യെല്ലോ കളറും വൈറ്റും പിന്നെ പർപ്പിളും പിങ്കും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 കളറാണ്.
ഇതിപ്പോൾ ഗ്രാസിൻ്റെ വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അരികത്തൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ചെടിച്ചട്ടി കാണാൻ പറ്റാത്ത രീതിയിൽ നിന്ന് ഫ്ലവറിങ് ആവും. കുഞ്ഞു 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 പൂക്കളായതും അതുപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പാണ്, ചെറിയ ലീഫും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഒരു അട്രാക്റ്റീവ് തന്നെയാണ്. എന്നും പൂക്കളുണ്ടായിരിക്കും. ഈ ഒരു വെറൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ പൂക്കൾക്ക് ക്ഷാമമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ചെടിച്ചട്ടി നിറയെ നന്നായിട്ട് പൂക്കും. നമുക്ക് അത്യാവശ്യമൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ടായിട്ടൊക്കെ നിർത്തി നല്ലപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 4 കളേഴ്സാണ് അവൈലബിളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. 4 കളേഴ്സാണ്. അപ്പോൾ ഇതിലും നമുക്ക് ഒരുപാട് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു ലീഫും കുഞ്ഞു കുഞ്ഞു പൂക്കളും ആയിട്ട് നമ്മുടെ ഗാർഡനിലെ ഒരു മിന്നുന്ന താരമായിട്ട് തന്നെ നിൽക്കും. അത്രയും നല്ലൊരു വെറൈറ്റിയാണ്. ഇങ്ങനെയാണ് പൂക്കളുണ്ടാവുന്നത്. ചെറിയ ചെറിയ പൊട്ടുകൾ പോലത്തെ പൂക്കളാണ്. അതുപോലെ തന്നെ കുഞ്ഞൻ ഇലകളുമാണ് ഇതിന് വരുന്നത്. ഇതൊക്കെ നമുക്ക് നഴ്സറീസിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ്. പിന്നെ അടുത്തത് നമ്മുടെ ബ്ലൂ ഡെയ്സി എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് ഇന്ന് പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കും കൊഴിഞ്ഞു പോവും. നെക്സ്റ്റ് ഡേ അടുത്ത ഫ്ലവറിങ് ആവും. നമുക്കിത് ഹാങ് ചെയ്തിടാൻ പറ്റും, ഇല്ല എന്നുണ്ടെങ്കിൽ നിലത്ത് വെക്കാൻ പറ്റും. അത്യാവശ്യം വലിയ പോട്ടിലൊക്കെ ഹാങ് ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഞാനൊരു ചെറിയ പോട്ടിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇയാൾക്ക് കുറച്ച് വെള്ളം അത്യാവശ്യമായിട്ടുള്ളതാണ്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും, കരിഞ്ഞു പോവും, തണ്ട് കരിയും. നമ്മൾ അത്യാവശ്യമൊക്കെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ നന്നായിട്ട് പൂക്കും. ഇത് പെട്ടെന്ന് തന്നെ തൈകളാക്കി എടുക്കാനും പറ്റും. നമുക്ക് ജിഫി ബാഗിലോ മണ്ണിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൈകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഇപ്പോൾ ഇതൊരു 1 വർഷം ആയി എൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാന്റ്. ഞാൻ ഈ ഹാങ്ങിങ് ബോട്ടിലാക്കിയിട്ട് 1 വർഷത്തിൽ കൂടുതലായി. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ എനിക്ക് അധികം സംരക്ഷിക്കാൻ പറ്റാണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിൽ പൂക്കളുണ്ട് എന്നുള്ളതാണ്. അധികം വെള്ളം കൊടുക്കാനൊക്കെ ചില നേരത്ത് സൺഷെയ്ഡിലായതുകൊണ്ട് ഞാൻ വിട്ടു പോകാറുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ പോലും വെള്ളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.